ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. നല്ല മഴയാണ്. മഴ കിട്ടാൻ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. നമുക്ക് ഇതിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളിലും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മേലത്തെ ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. കുറേ നാളായി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ രാവിലെ അമ്പുട്ടനും ഷിറ്റുമോനൊക്കെ പോയതിന് ശേഷം ഞാൻ താഴത്തെ പണിയൊക്കെ വേഗം തീർത്തു കേട്ടോ. താഴത്തെ പണി എന്ന് പറയുമ്പോൾ ചോറും കറിയൊക്കെ വേഗം ആക്കി എന്നിട്ട് അടിച്ചു വാരി ക്ലീൻ ആക്കി ഇട്ടിട്ട് ഞാൻ വേഗം മേളിലേക്ക് വന്നു. മേളിലേക്ക് നമ്മൾ മേളിൽ ക്ലീൻ ആക്കാതെ ഏകദേശം കുറേ നാളായിട്ട്. നമ്മൾ വിഷുവിൻ്റെ സമയത്താകണ്ട ഒന്ന് ക്ലീൻ ആക്കിയത്. അതിന് ശേഷം പിന്നെ മേലേക്ക് കയറിയിട്ടേ ഇല്ല. മാത്രമല്ല നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് ഈ കല്ലിൻ്റെ പണയായതുകൊണ്ട് അപ്പം കാറ്റ് വീശുമ്പോൾ പൊടി അടിച്ച് കയറ്റും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ കവർ ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഡയറക്റ്റ് പൊടി ഫുള്ള് പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും പിന്നെ അധികം ഞാനൊരു 2-3 ആഴ്ച കൂടുമ്പോൾ ക്ലീൻ ആക്കാൻ നോക്കലുണ്ട്. ചില സമയത്ത് എനിക്കത് പറ്റില്ല കേട്ടോ. ഈ വീട് ക്ലീൻ ആക്കാൻ തന്നെ നല്ല പണിയുണ്ട്. താഴെ ക്ലീൻ ആക്കാനുണ്ട്, നല്ലോണം മേലെ ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ദിവസം താഴെ ക്ലീൻ ആക്കുന്ന ദിവസം ഞാൻ മേലെ ക്ലീൻ ആക്കില്ല. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ക്ലീൻ ആക്കാൻ നിന്ന് നമ്മളെ ശരീരം നമുക്ക് പണി തരും. നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഇടവിട്ട് ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ട് തോന്നില്ല നമുക്ക്. അപ്പോൾ ആദ്യം ഞാൻ ഈ തറ അടിച്ച് കഴുകുകയാണ്. കാരണം പൊടി പിടിച്ചിട്ടുണ്ട്. മറ്റേ തുടച്ചാലൊന്നും പോകുന്ന ഇതല്ല, അതിനേക്കാളും കൂടുതൽ പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം എടുത്തിട്ട് കഴുകാമെന്ന്. മാത്രമല്ല വെള്ളം നമ്മൾ ബാത്റൂമിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരണം വെള്ളം. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ വെള്ളം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വാഷിംഗ് മെഷീൻ്റെ ആ പൈപ്പങ്ങ് ഊരിയിട്ട് ഞാൻ ആ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ബാത്റൂമിൽ നിന്ന് എടുത്തിട്ട് ചുമന്നുകൊണ്ട് വരണം, കയ്യിൽ തൂക്കി പിടിച്ചിട്ട് കൊണ്ടുവരണം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാഷിംഗ് മെഷീൻ്റെ ആ പൈപ്പ് ഊരിയിട്ട് അതിനകത്തു നിന്നുള്ള വെള്ളം എടുത്തിട്ട് ഞാൻ ക്ലീൻ ആക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. വെള്ളം അപ്പുറത്തുനിന്നേ കോരി ഉള്ളിലത്തെ ബാത്റൂമിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരണ്ട. പിന്നെ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ പഴയ വീട്ടിലെ ഫർണിച്ചറാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെ പിന്നെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മഴയ്ക്ക് മുമ്പേ നമുക്ക് ഉള്ളിലേക്ക് കയറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ക്ലീൻ ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് കേട്ടോ മേളിലേക്ക് കയറിയത്. മേളിലേക്ക് കയറുമ്പോൾ എല്ലാം ഒരുമിച്ച് റെഡിയാക്കി വെക്കണം. പിന്നെ അപ്പം കയറിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ തുണി ഉണ്ടായിരുന്നു, താഴ്ന്ന് ഞാൻ തുണി അലക്കിയതുണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തുണിയെല്ലാം ഇവിടെ മേലെ കൊണ്ട് ആറിയിട്ടു കേട്ടോ. അപ്പം നമുക്ക് തുണി ഇടാനൊരു അയക്കോലില്ല. അയക്കോലെന്ന് പറയുമ്പോൾ അഴയില്ല കേട്ടോ. പിന്നെ ചെറിയ അഴ താത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി അവരെ വിളിക്കുന്ന പണിക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് അഴയില്ല. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അഴ കെട്ടിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് മേലെ കയറിയിട്ട് വേണം ഇടാൻ. അപ്പോൾ ഇനി പണിയെടുത്തിട്ട് വേണം അഴ കുറച്ച് താഴേക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ആക്കി തരാൻ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ തുണിയൊക്കെ ഞാൻ വേഗം ആറിയിട്ടു. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ഒരു 11 മണിയായപ്പോൾ മേലെ കയറിയതാണ്. പിന്നെ ഇറങ്ങി നമ്മളൊരു 1:30 ആയപ്പോഴാണ്. സമയം പോകുന്നൊന്നും അറിയുന്നില്ല. അതുപോലെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും കുറച്ചല്ലേ വേഗം ചെയ്യുന്നുണ്ടല്ലോ, വേഗം ആവുന്നുണ്ടല്ലോ. വീഡിയോ 1-2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ക്ലീനിങ്ങിൻ്റെ ഫലമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പുറത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്തെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ മോട്ടറിൽ വെള്ളം തീർന്നതുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഫിൽറ്റർ ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കുറേ ആയി ചെയ്തിട്ട് അങ്ങനെ അത് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മുറ്റത്ത് ഒരു സൈഡിൽ കൂട്ടി വെച്ചേക്കുന്നുണ്ട്. വേസ്റ്റൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിള്ളേർ അതും ഇത് തിന്നിട്ട് അതിലേക്കൊക്കെ ഇടും. അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അടിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ വാരിക്കളയാൻ മറന്നുപോയി. അങ്ങനെ അതൊക്കെ വാരിക്കളഞ്ഞിട്ട് ഫിൽറ്ററും ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ വീണ്ടും വെള്ളയിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വാരിയത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പിന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അടിച്ചു വാരി തുടച്ചു ക്ലീനാക്കി. ഇത് മേലത്തെ ഹോളാണ് കേട്ടോ. ഇത് മേലത്തെ മുൻവശത്തെ സിറ്റ് ഔട്ട് പോലെ കുറച്ച് ഭാഗമുണ്ട്. അവിടെ ഇതൊക്കെ നമ്മുടെ പഴയ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തൊക്കെ പൊടി പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ച് കഴുകി ക്ലീനാക്കി. അവിടെ ഇതന്നെ വെള്ളം ഒഴിച്ച് ക്ലീനാക്കല്ലാണ്ട് തുടച്ചാലൊന്നും പോവില്ല കേട്ടോ. തുടച്ചാൽ മണ്ണ് മൊത്തം അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തുടയ്ക്കുന്നതാണ് എളുപ്പം ഒരു കണക്ക് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഉള്ളിൽ മൊത്തം തുടച്ച് വൃത്തിയാക്കി കേട്ടോ. ഇവിടെ നമ്മുടെ സെൻറ്ററിൽ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റെപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ക്ലീനിങ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.